എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ബാഡ് ഇൻസിഡൻറ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്? തരിപ്പണമായി പോയൊരു സിറ്റുവേഷൻ, ഞാൻ ഉറങ്ങാൻ പലപ്പോഴും ടാബ്ലറ്റ്സ് കഴിക്കും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ബാഡ് ഇൻസിഡൻറ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്? നിങ്ങൾക്കൊരിക്കലും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, ഇതോടുകൂടി നിങ്ങളുടെ ജീവിതം തീർന്നു പോയി, നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ധൈര്യമൊക്കെ ചോർന്നു പോയി, നിങ്ങൾക്കിനി പഴയ നിങ്ങളാവാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇനി ആളുകളുടെ മുഖത്ത് നോക്കും, ആളുകൾ എങ്ങനെയായിരിക്കും നിങ്ങളോട് ബിഹേവ് ചെയ്യുക, ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുമോ, കസിൻസിനെ നഷ്ടപ്പെടുമോ, ഫാമിലിക്ക് നമ്മളോടുള്ള സ്നേഹം കുറയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുള്ള ഒരു ചെറിയ സിറ്റുവേഷനെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒരു 30-35-40 വയസ്സിലുള്ള എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ, എല്ലാവരുടെയും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, ആരുടെയെങ്കിലുമൊക്കെ ചിലവരുടെയൊക്കെ ഒരു 80% മനുഷ്യന്മാരുടെ ജീവിതത്തിലും അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായി കാണും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ സിറ്റുവേഷന് നിങ്ങൾ എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്, മറികടന്ന് പോയിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 2-3-4 വർഷം ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് പഴയ പോലെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന എപ്പോഴും ഇങ്ങനെ ചുറ്റോറം ആളുകളുള്ള ഒരു സിറ്റുവേഷൻ എനിക്കിനി അങ്ങനെ പഴയ പോലെ ആവാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. തകർന്നു പോയി തരിപ്പണമായി പോയൊരു സിറ്റുവേഷൻ. അപ്പം ആ സമയത്തൊക്കെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ഒരുപാട് ആളുകളാൽ ചുറ്റപ്പെടുന്ന അല്ലെങ്കിൽ വൈബടിച്ച് നടക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള, ഒരുപാട് പേരുടെ ഒരു കമ്പനി ഇഷ്ടപ്പെട്ടിട്ടുള്ള, ചളിയടിച്ച് നടക്കാനും കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ പതുക്കെ ഞാൻ ഒറ്റപ്പെട്ട് ഞാൻ ഒരു റൂമിൽ ഒറ്റയ്ക്കായി തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു, ഒരുപാട് അകലെയായി. പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുകയാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ അന്നത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തോന്നുകയാണ് ഞാൻ ഒരുപാട് വിഷമിച്ച സിറ്റുവേഷനായിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആയിരുന്നോ, അല്ലെങ്കിൽ അതൊരു എന്തായിരുന്നു എന്നൊക്കെ എനിക്ക് മൂഡ് ചേഞ്ചോ മൂഡ് സ്വിങ്സോ ഒന്നും അല്ല, അതൊരു ഡിപ്രഷൻ തന്നെ ആയിരുന്നു. ഞാൻ ഉറങ്ങാൻ പലപ്പോഴും ടാബ്ലറ്റ്സ് കഴിക്കുമായിരുന്നു എന്നൊക്കെ എനിക്കിപ്പോൾ തോന്നുകയാണ് കേട്ടോ. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഞാൻ അന്ന് കടന്നു വന്ന സിറ്റുവേഷൻ എത്രത്തോളം സിവിയർ ആയിരുന്നു, അതിൻ്റെ ഒരു ഡെപ്തൊക്കെ ഇപ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഒറ്റ വേർഡാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്: സെൽഫ് ലവ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അപ്പോൾ ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ അതിനു മുൻപ് ഞാൻ എനിക്കൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കും, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. എന്നെക്കാളും ഇമ്പോർട്ടൻസ് എൻ്റെ കൂടെയുള്ളവർക്കും മറ്റുള്ളവരുടെ ഫീലിങ്സിനും ഒക്കെ കൊടുത്തു. ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നോട് ഒരാൾ ഒരു 10 രൂപ കടം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ആകെ ഒരു 10 രൂപയുള്ളെങ്കിലും ഞാൻ വിചാരിക്കും, അവരുടെ കാര്യം നടക്കട്ടെ, എൻ്റെ കാര്യം കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ 10 രൂപ അങ്ങ് എടുത്തു കൊടുക്കും. നമ്മുടെ ഫീലിങ്സും നമ്മുടെ സിറ്റുവേഷനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അവിടെ നിന്നൊക്കെ മാറി ഒറ്റയ്ക്കായിരുന്ന സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ ഫീലിങ്സിനും എൻ്റെ കാര്യങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത്. അതെനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞാനും ഒരു റൂമും ഒരു 3 വർഷക്കാലം ഉണ്ടായിരുന്നു, വേറെ ആരുമില്ല, ഞാൻ മാത്രം. അങ്ങനെ ആ സമയത്താണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയത്. എൻ്റെ ഒരു ഫേവറേറ്റ്സ് ഇതൊക്കെയാണ്, എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇത് കാണുന്നതാണ് ഇഷ്ടം, ഇത് കേൾക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇന്ന പുസ്തകങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാനാണ് ഇഷ്ടം, എനിക്ക് ഈ ടൈപ്പ് ഫ്രണ്ട്സിനെയാണ് കൂടുതൽ എനിക്ക് പ്രിഫർ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ അത്. അപ്പം ഞാൻ ഓവർകം ചെയ്തത് എന്നെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇന്നത് ആലോചിക്കാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ലവിനെ കുറിച്ചൊക്കെ ഇന്ന് ആലോചിക്കാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്തൊക്കെ ഇവിടെ ഷിഹാബ് ഉണ്ടാവാറില്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ മിക്കവാറും ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്കാവാറുണ്ട്, ചില ലേറ്റ് നൈറ്റ് ആയിട്ടോ ഒക്കെ, അല്ലെങ്കിൽ പകലൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കാവാറുണ്ട്. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ മാനം നോക്കി കിടക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെയോ അല്ലെങ്കിൽ വീട്ടുപണികൾ മാത്രം ചെയ്ത് ഒരു ടിപ്പിക്കലായിട്ട് അങ്ങനെ അങ്ങ് പോവാതെ ഇല്ലാതെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു. ഞാൻ ഒറ്റയ്ക്കാവുന്നതിനെ അങ്ങ് ആഘോഷമാക്കാൻ പഠിച്ചു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട, അങ്ങനെ മടി പിടിച്ചിരിക്കേണ്ട, കിടന്നുറങ്ങേണ്ട, ടാബ്ലറ്റ് കഴിക്കേണ്ട ഒരു സന്ധ്യയെ, ഒരു വൈകുന്നേരത്തിനെ ഞാനങ്ങ് സന്തോഷമാക്കി കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാം,
അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ആയിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കരുതി ഹെവി ആയിട്ട് ഉണ്ടാക്കി ചൂടും അങ്ങനെ ഒരു എനർജിയൊക്കെ കളയണം എന്തിനാ, എന്തെങ്കിലും നൈസായിട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്തു. പിന്നെ ഞാൻ ടി വിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് വായിച്ചു. പിന്നെ പതിവ് പോലെ ഞാൻ പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി, ബൈബിൾ വായിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനങ്ങ് ഓക്കെ ആയിരുന്നു കേട്ടോ. ആയിരത്തി 1167 ഇതൊന്നുമല്ലാതെ ഞാൻ ചിലപ്പോൾ പണ്ടത്തെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നു ചെയ്യുക, ഞാൻ അങ്ങ് മടി പിടിച്ച് കിടക്കും, ഞാനിവിടെ അങ്ങ് കിടക്കും, ഞാനിങ്ങനെ ആലോചിക്കും, ഓവർ തിങ്ക് ചെയ്ത് ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ഞാൻ പതിവിലധികം ഡിപ്രസ്ഡ് ആവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എനിക്ക് അതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് കൂട്ടി ഒരുപാട് കാര്യങ്ങളിലേക്ക് ആലോചിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുമായിരുന്നു. അപ്പോൾ അതിനൊന്നും ഇപ്പം ഞാൻ ഇട കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളൊരിക്കലും മൂവ് ഓൺ ചെയ്യില്ല, ഓവർകം ചെയ്യില്ല എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒറ്റപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, നിങ്ങൾ ആ ഒറ്റപ്പെടലിൽ നിങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെ ട്രീറ്റ് ചെയ്ത് നമ്മളെ ഒന്ന് സന്തോഷിപ്പിച്ച് സോപ്പിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ, നമ്മളുടെ ശരീരം പോലെ മനസ്സിനെയും ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ഓവർകം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എനിക്കത് പറയാൻ എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴാണ് ഞാൻ എത്രത്തോളം മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നതെന്ന്. ഒരു എൻ്റെ ജീവിതം പോലും വേണ്ടാന്ന് വെക്കുന്ന രീതിയിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ടിപ്പാണ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്ന അതേ കെയർ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനും ചിന്തകൾക്കും കൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നല്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ തന്നെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്രത്തോളം അങ്ങ് ശാസ്ത്രീയമോ അല്ല, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത തവണ കാണാം. ടാറ്റാ.